നമസ്കാരം. നന്ദൂസ് ശർമാസ് വേൾഡിൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് നന്ദു ശർമ്മ എന്നാണ്. ഇത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊട്ടാരക്കരയിലെ ഏറ്റവും പ്രശസ്തമായ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിൽ എൻ്റെ ശോചനാവസ്ഥ കണ്ട, അതായത് വണ്ടികൾ വന്ന് തിരിയുന്ന സ്ഥലവും കൂടിയാണ്. നമ്മൾ എൻട്രൻസ് തൊട്ട് നോക്കാം. ഇപ്പം ഈ ഒരു ബസ് സ്റ്റാൻഡ് ശോചനാവസ്ഥ കണ്ട, ഒരു സൈഡ് പൊളിഞ്ഞ് ഓടയും അത് കോൺക്രീറ്റുകളെല്ലാം ഇളകി കിടക്കുകയും ചെയ്യുന്നു. പക്ഷേ വണ്ടികളെല്ലാം മരിയും പോയി നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതലും അവിടെ നടക്കാൻ ചാൻസുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു സ്ഥലവും കൂടിയാണ്. കണ്ട, ആൾക്കാരെല്ലാവരും എന്ത് ദുരിതത്തിലാണ്. ഇതൊന്നും ഒരു നിയമപാലകരും അല്ലെങ്കിൽ മന്ത്രിമാരോ MLA മാരോ MP മാരോ ആരും കാണുന്നില്ല. ഇവരൊക്കെ ഒന്ന് കണ്ട, ഇപ്പോൾ ഒരു ബസ് വന്നു, ആ ബസ് വന്ന് തിരിയുമ്പോഴുള്ള അവസ്ഥ ഒന്ന് കാണണം. ഈ ഒരു ചെറിയ സ്ഥലത്ത് കുറച്ച് വീതി കൂട്ടിയാലും മതി. കുറേ നാളുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പറയുന്നൊരു കാര്യമാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയുമെന്ന്. ഓരോരുത്തരും അവരുടെ സമയം കളയുന്നതും ഇവിടെ തന്നെയാണ്. അതായത് ജോലിക്ക് പോകേണ്ടവരും അതുപോലെ തന്നെ പഠിക്കേണ്ടുന്ന വിദ്യാർത്ഥിനികളും എല്ലാവരും ഓടയിൽ കൂടെ നടന്നു വേണം ആൾക്കാർ പോകാനായിട്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളും വെള്ളം കയറി മൊത്തം ഒരു ഒരു ശോചനാവസ്ഥയാണ് ഇവിടെ. ഒരു ബസ് വന്ന് തിരിയുമ്പോഴത്തേന് അടുത്ത ബസ് വരും, അതും ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. ആൾക്കാർക്ക് അന്നേരം ബസ്സിൽ നിന്നും ഇറങ്ങാനോ ഒന്നും സാധിക്കുന്നതല്ല. പിന്നെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ശോചനാവസ്ഥ കണ്ടുകൊണ്ടിരുന്നൊരു വീഡിയോ ആണ് ഇത്. എൻ്റെ ചാനലും അതുപോലെ തന്നെ നന്ദു ശർമ്മ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇതൊരു ചെറിയൊരു വീഡിയോ മാത്രമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വീഡിയോ വലുതായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടുത്തെ നിയമപാലകർ ഇതൊന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ബസ് സ്റ്റാൻഡൊന്ന് പുതുക്കി പണിയുക. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ബസ്സുകളാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ശോചനാവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടോ. ഇതിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും.